നമസ്തേ. 24/7/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. ഇടവം, കന്നി, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭവും, മിഥുനം രാശിക്കാർക്ക് മധ്യമവും, മേടം, ധനു, മകരം, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. നിങ്ങളിത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം തന്നെ ആയിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മറ്റ് കമൻറ്റുകളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച്, മറ്റ് അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇഷ്ടദേവതയെ കമൻറ്റ് ചെയ്യുക, നാമം കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്കും ഗുണമാണ്, അത് വായിക്കുന്നവർക്കും ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്കിതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതല്ല. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പൊതുവായ ചോദ്യങ്ങൾക്ക് പരമാവധി മറുപടി നൽകാൻ ശ്രമിക്കുന്നതുമാണ്. വ്യക്തിപരമായ ചോദ്യങ്ങൾ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, എങ്കിലും ഇപ്പോഴും വ്യക്തിപരമായ ചില ചോദ്യങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇത് ഒരു വീഡിയോ തന്നെയല്ല, പല വീഡിയോകളിലാണ്. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോകളിലും നിങ്ങൾ ഈശ്വരനാമം കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രയോജനമില്ലാത്ത ഒരു വീഡിയോയും ഞാൻ ചെയ്യില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രയോജനപ്പെടുന്ന വീഡിയോകൾ, അറിവുകൾ നൽകുന്ന വീഡിയോകളല്ലാണ്ട് മറ്റു യാതൊരുവിധ തമാശ വീഡിയോകളൊന്നും സാധാരണ ഞാൻ ചെയ്യാറില്ല എന്നുകൂടെ അറിയുക. സാധാരണയായി എന്നാണ്, വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്തേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി 2-3 കമൻറ്റുകൾക്കുള്ള മറുപടിയാണ്. ഒന്ന്, തിലഹവനവും തിലഹോമവും ഒന്ന് തന്നെയാണോ എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. തിലഹവനം എന്ന് പറഞ്ഞാലും തിലഹോമം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു എന്ന ഓർമ്മ കൊണ്ടാണ് എനിക്കത് വിട്ടുപോയത്. അതായത് ഞാൻ അതിനകത്ത് അതെ എന്ന് പറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. ഒന്നതാണ്. 2, വാവ് ബലി വീട്ടിലിടാം, ഒരു കുഴപ്പമില്ല. അതെങ്ങനെ ഇടണം എന്ന് വിശദീകരിക്കുക നമുക്ക് ഈ കമൻറ്റിലൂടെ കഴിയില്ല. അത് നിങ്ങളൊരു ആചാര്യൻ്റെ സഹായം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ വാവുബലിക്കൊക്കെ പോകുന്ന ഒരാചാര്യൻ്റെ സഹായം സ്വീകരിക്കുക. അത് ഇതിലൂടെ പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്, കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഉത്തമമായ കാര്യം. അതല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ഏത് രീതിയിലാണോ ശ്രാദ്ധകർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് വാവുബലിയും ഇടാം. അതിന് പ്രത്യേക നിയമമൊന്നും നോക്കണ്ട. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന രീതി തന്നെയാണ് എപ്പോഴും നല്ലത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പോൾ പലരും അവർ എന്താ പറയുക, കുറച്ച് പൈസയൊക്കെ മുടക്കി ആഡംബരമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. വാവുബലി ആണെങ്കിലും ശ്രാദ്ധമാണെങ്കിലും ഒക്കെ. ശരിക്കും നിങ്ങളുടെ പൂർവികർ ഏത് ആചാരമാണോ ചെയ്യുന്നത് അതാണ് നല്ലത്. നമ്മൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരല്പം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് ആർഭാടമായിട്ട് ഇതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ആർഭാടതയിലല്ല പ്രാധാന്യം. മറിച്ച് ഒരു നറക്കല എടുത്ത് വെച്ച് അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ പൂർവികർ ചെയ്യുന്നതായിട്ട് കാണിച്ച ആചാരങ്ങളുണ്ടെങ്കിൽ അതറിയാമെങ്കിൽ അതിന് തന്നെയാണ് ബലം, പരിഹാര കർമ്മങ്ങൾ ബലം കൂടുതൽ, നമ്മുടെ ഫലം കൂടുതൽ. അല്ലാണ്ട് കുറച്ചുകൂടെ വിസ്താരമാക്കി ചെയ്യുക എന്നുള്ളതിനല്ല. അപ്പോൾ കർമ്മങ്ങൾ മാറിപ്പോകും. പൂർവികർ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങൾ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം പൂർവികമായി ചെയ്തിരുന്ന ആ കർമ്മങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. അതുപോലെ തന്നെയാണ് സന്ദർഭവശാൽ പറയുന്നതാണ്, ഈ വാവുബലി ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്, ഈ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്യുന്നതും നിങ്ങളുടെ പൂർവികർ അനുഷ്ഠിച്ചിരുന്ന പൂജകളാണ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു തിരി കത്തിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നുണ്ടാവുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം അത്രയും ചെറുതായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സാമ്പത്തികാവസ്ഥയൊക്കെ വന്നാൽ അതൊന്ന് വിപുലമാക്കാം എന്ന് തീരുമാനിച്ചാൽ
ശരിക്കും വിപുലമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ കുറച്ച് ചെയ്തിരുന്ന കർമ്മം എന്തോ അത് തീർച്ചയായിട്ടും ചെയ്യണം. ആ പൂർവികർ ചെയ്തിരുന്ന കർമ്മം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മറ്റ് ആളുകളെയൊക്കെ വിളിച്ചോ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സംതൃപ്തമാകുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തമാകുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാം. പക്ഷേ ആ പൂർവികർ ചെയ്ത ആ ചെറിയ കർമ്മത്തിനാണ് ഫലമുണ്ടാകുക, പ്രാധാന്യമുണ്ടാകുക എന്നറിയുക. ആ ചെറിയ കർമ്മങ്ങളെ നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത് എന്നർത്ഥം. ആ പൂർവിക ആചാരമാണ് അവിടെ കൃത്യമായി ചെയ്തു വരേണ്ടത് എന്നർത്ഥം. ഇനി മറ്റൊരു കാര്യം, വാഗ്ദോഷം പറഞ്ഞ് അത് ഏതൊരു രാശിക്കാണ് വാഗ്ദോഷം പറഞ്ഞ ഗ്രഹം ഏത് ഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വാഗ്ദോഷം പറഞ്ഞതെന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുക ധർമ്മമല്ല. കാരണം എൻ്റെ ശിഷ്യനല്ല നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഗുരുവായിരിക്കണം. ഇത് രണ്ടുമായാൽ മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുള്ളൂ. ഏത് ഗ്രഹത്തെ ആധാരമാക്കിയാണ് ഞാൻ ഈ നിഗമനത്തിലെത്തിയത് എന്ന ഉത്തരം പറയാൻ എനിക്ക് രണ്ട് പേരുടെ ബാധ്യതയുള്ളൂ. ഒന്ന് എൻ്റെ ഗുരുവായിരിക്കണം ഒരാൾ, അല്ലെങ്കിൽ അതെൻ്റെ ശിഷ്യനായിരിക്കണം. അത് സംശയരൂപേണ ചോദിക്കുന്നതായിരിക്കണം ശിഷ്യനാണെങ്കിൽ. ഗുരുവാണെങ്കിൽ അത് ഏത് രീതി ചോദിച്ചാൽ, ആജ്ഞാരൂപത്തിലാണെങ്കിലും സംശയരൂപത്തിലാണെങ്കിലും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വ്യക്തി ഇത് രണ്ടുമല്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക സാധ്യമല്ല. ഒരു പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അത് അറിയാൻ ചോദിച്ചതാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. അദ്ദേഹം അത് ആത്മാർത്ഥമായി ചോദിച്ചത് തന്നെയാണ്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് ഈ പേരോടെ കഴിയൂ എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തോട് പറയാൻ കഴിയില്ല. ഇതിൽ എന്നോട് എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാരും തന്നെ ഇന്ന് ഇല്ല, അവരെല്ലാം യാത്ര പോയി എന്നുള്ളത് കൊണ്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. പിന്നെ എൻ്റെ ശിഷ്യഗണങ്ങൾ എന്ന് പറയാൻ ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ മക്കളെ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. മറ്റാരെയും ഞാൻ ശിഷ്യത്വം സ്വീകരിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ എനിക്ക് നിർവാഹമില്ല എന്നറിയിക്കട്ടെ. എന്ന് അറിയിക്കട്ടെ. കാരണം ഇതിനൊക്കെ അതിൻ്റേതായ ചില രീതികളുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കും ഈ കമൻറ്റ് ചെയ്ത വ്യക്തി എന്നറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തോട് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ചോദ്യം ആത്മാർത്ഥത ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇതാണ് കമൻറ്റുകൾക്കുള്ള മറുപടി. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് വിശദമായിട്ട് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിക്ക് ദോഷകരമായൊരു ദിവസമാണിന്ന്. ശനി 12-ലും കേതു 5-ലും വ്യാഴം 3-ലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം, അനുകൂലമല്ലാത്ത കാലഘട്ടം, 7.5 ശനി കാലഘട്ടം, ദൈവാധീനമില്ലാത്ത കാലഘട്ടത്തിലൂടെ ഒക്കെയാണ് പൊതുവെ മേടക്കൂറുകാർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതാണ് പൊതുവെ ദോഷകരമായൊരു ദിവസം കൂടെയാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഇവർക്ക് ആവശ്യമാണ്. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അലസതയും സംശയവും ഒക്കെ ഉണ്ടാകും. പ്രതിരോധ ശക്തിക്കുറവ് പൊതുവെ ആരോഗ്യകാര്യത്തിലും ഇവർക്കുണ്ടാകും. മനസ്സ്, ബുദ്ധി ഒന്നും അത്ര അനുകൂലമായി പ്രവർത്തിക്കുന്ന സമയമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ മാനസികമായ അസ്വസ്ഥതകൾ, അലർജി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യത്തിൽ വേണ്ടപ്പെട്ടവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ്. കടബാധ്യത വർദ്ധിക്കും. വാക്കുകളൊക്കെ ഒരു പരിധിവരെ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന
ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാക്കുന്നതിനായിട്ട് ഇവർക്ക് കഴിയും. ദൈവാധീനം അല്പം കുറയുന്ന കാലഘട്ടമാണ്. ധനപരമായ കാര്യങ്ങൾ, കരാറുകൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് തൊഴിൽ മേഖലയിലും നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയം തന്നെയാണ് ഇവർക്ക്. പൊതുവെ മേടക്കൂറുകാർ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടമാണ്. ഈ ദിവസം അനുകൂലമല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വേണം. ഇനി ഇടവം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. എങ്കിലും തൊഴിൽ രംഗത്ത് ചില മാനസിക അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെ അനുകൂലമാണ്. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മ ഉണ്ടാകുന്ന സമയമാണ്. മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരെ, ഗുരുസ്ഥാനീയരൊക്കെ പൊതുവെ ഇവർക്ക് അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. കലഹങ്ങളായി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവർക്കുണ്ട് മറ്റുള്ളവരുമായിട്ട്. വാക്കുകളൊക്കെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ഇവർ ശ്രദ്ധിക്കണം. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജാതകം കൂടെ ഒന്ന് അനുകൂലമായി വരിക കൂടെ ചെയ്യണം. തൊഴിലാളികളും മേലുദ്യോഗസ്ഥരുമൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് അനുകൂലമായിരിക്കും. പുതിയ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രണയ കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടമാണ്. അത്ര അനുകൂലമല്ല ഇടവം രാശിക്കാർക്ക്. മിഥുനം. മിഥുനക്കുറ് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ജന്മത്തിൽ വ്യാഴവും 10-ൽ ശനിയും രാഹു 9-ലൊക്കെ നിൽക്കുന്ന അനുകൂലമല്ലാത്ത കണ്ടകശ്ശേരി കാലഘട്ടം, തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളുണ്ടാകുന്ന കാലഘട്ടമൊക്കെ ആണെങ്കിലും ഇവർക്ക് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രം, കുറച്ച് ഗുണവും ദോഷവും കിട്ടുന്ന ഒരു സമയമാണ്. അത് നന്നായി ദൈവാധീനം ഉണ്ടാക്കിയാൽ അത് മേന്മയാക്കാമെന്നർത്ഥം. ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട്. എന്നാൽ മനസ്സ്, ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാകാത്ത ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കൂടുന്ന ഒരു സമയമാണ്. എന്നാൽ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനും കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. എന്നാൽ അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകും. ധനപരമായ നഷ്ടങ്ങൾ പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥരും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടെയാണിത്. പ്രത്യേകിച്ച് 10-ൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാർക്ക്. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ
വളരെ ശ്രദ്ധ ഈ ദിവസവും ആവശ്യമാണ്. കർക്കിടകക്കൂറ് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വ്യാഴം 12-ലും 8-ൽ രാഹുവും 9-ൽ ശനിയും 2-ൽ കേതുവുമൊക്കെ സഞ്ചരിക്കുന്ന അനുകൂലമല്ലാത്ത കാലഘട്ടത്തിലൂടെ, ദൈവാധീനം കുറവുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കർക്കിടകക്കൂറുകാർ. എങ്കിൽ പോലും അങ്ങനെയാണ് എങ്കിൽ പോലും നാമജപോ കാര്യങ്ങളൊക്കെ നടത്തിയാൽ കുറേ മാറ്റങ്ങൾ വരാം. പൊതുവെ കഠിനദോഷമുള്ള സമയമാണ്. വളരെ ശ്രദ്ധ ആവശ്യമാണ് ഈശ്വരാധീനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല. അലസതയും ഒക്കെ ഉണ്ടാകും. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും. ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. മാനസികമായ അസ്വസ്ഥത പ്രയാസം ഉണ്ടാക്കും. എന്നാൽ മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയരും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാം. ശാരീരിക ക്ഷതം കലഹമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അത്ര മേന്മ എന്ന് പറയാനായിട്ടൊന്നും കഴിയില്ല. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കഫരോഗങ്ങൾ ഉണ്ടാകും. അലർജി രോഗങ്ങളെയും ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അനുചിതമായ ഒരു സുഹൃബന്ധങ്ങളും ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. 8-ൽ ശനി സഞ്ചരിക്കുന്നതാണ്. അപകടങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ജാതകം അനുകൂലമല്ല എങ്കിലാണ് ഈ ദോഷങ്ങളൊക്കെ കൂടുതലുണ്ടാവുക. ജാതകം അനുകൂലമാണെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരും. അതേപോലെ ജന്മത്തിൽ കേതുവാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ദൈവാധീനം ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. നന്നായി ഈശ്വരഭജനമൊക്കെ നടത്തിയ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. വളരെ ശ്രദ്ധിക്കണം. ഈ ദിവസം കഠിനദോഷമാണ്. ആരോഗ്യകാര്യം അനുകൂലമല്ല. മനസ്സ് ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഉദരസംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കുറച്ച് ഭക്ഷണ നിയന്ത്രണമൊക്കെ നടത്തുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. ഒരു അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ഒരു സമയമാണ്. മാനസികമായ പിരിമുറുക്കം, അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെ കരുതൽ എടുക്കേണ്ട ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയരൊന്നും ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സൗഹൃദാന്വേഷണം നടത്താൻ കഴിയുന്ന കാലഘട്ടമൊന്നുമല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോയി വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുള്ളവർ ചിങ്ങക്കൂറുകാർ ഇത് കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഒരു പരിധി വരെ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. എങ്കിലും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയും കാണാം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ ദിവസം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം. കന്നി, ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. 7-ൽ ശനി, 10-ൽ വ്യാഴം, 12-ൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും ഈ ദിവസം കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസം ആണ്. ഒരു ആത്മവിശ്വാസവും അലസതയില്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാവും. എന്തും ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും.
ആരോഗ്യകാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ ഒരു നേട്ടമുണ്ടാകും. പൊതുവെ ഒരു ഉന്മേഷവും ഉണർവും ഉണ്ടാകുന്ന സമയമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയെയും കാണണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. പിതൃസ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ മാതൃസ്ഥാനീയർ അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല. ബന്ധു സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ഒരു സമയമല്ല താനും ഇത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ തൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കൾ മൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ്. പൊതുവെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ അനുകൂലമായവരാണ്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവാൻ സാധ്യത ഈ ദിവസം കുറവാണ്. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ്. ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാകും. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം ഈ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് കലഹാവസ്ഥയിലിരിക്കുന്നവരെയൊക്കെ മിത്രാവസ്ഥയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ മിത്രാവസ്ഥയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കൊന്നുമല്ല. ആരോടും നമ്മൾ വിരോധം വിചാരിക്കേണ്ട കാര്യങ്ങളില്ല. എല്ലാവരോടും നമ്മുടെ മനസ്സിൽ സ്നേഹം ചിന്തിക്കുക. നമ്മുടെ സമയത്ത് അനുകൂലമല്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളോട് വിരോധവും ദേഷ്യവുമൊക്കെ തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആരോടും ഒരു വിരോധം ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ സമയം അനുകൂലമല്ലാതെ വരുമ്പോൾ നമ്മൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ചെയ്താൽ ഒരു ദോഷവും ഇല്ല. മനസ്സ് ശുദ്ധമായാൽ ആക്കാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവരെ അനുകൂലമാക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും ഒരു സമയം കൂടെയാണ്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അതേപോലെ തൊഴിൽ രംഗത്ത് കൂട്ടു സംരംഭങ്ങൾ ആരംഭിക്കുകയോ സ്വന്തമായി ചെയ്യുന്ന തൊഴിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാം. പുതിയ പഠന മേഖലകൾ കണ്ടെത്താനും അതിലേക്ക് പ്രവേശിക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതും ഈ സമയത്ത് തുലാക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ അനുകൂലമാണ്. കുറച്ച് നാമജപമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. പൂർവ്വപുണ്യ സുഹൃതം അല്പം കുറയുന്ന സമയം കൂടെയാണ്. അതിൻ്റെ ഒരു കോട്ടം, ഒരു തടസ്സം ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടേ നടക്കുന്നുള്ളൂ. എങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യത ഉള്ള സമയം തന്നെ ആണ്. വൃശ്ചികക്കൂറ് ഒട്ടും അനുകൂലമല്ല. 4-ൽ രാഹു, 5-ൽ ശനി, 8-ൽ വ്യാഴം, 10-ൽ കേതു ഒക്കെ സഞ്ചരിക്കുകയാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികക്കൂറ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അലസത ഉണ്ടാകും. പൊതുവെ ഒരു ആരോഗ്യ മേഖലയിൽ വളരെ ക്ഷീണം, ഉന്മേഷക്കുറവൊക്കെ അനുഭവപ്പെടും. മാതൃപിതൃസ്ഥാനീയരത്ര അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സമയമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് മനസ്സിന് പൊതുവേ സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. എല്ലായിടത്തു നിന്നും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സമയമാണ്.
തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് നല്ല ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുക പോലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിലൊന്നും ഇത് ഉപയോഗിച്ച് പൊതുവേ സമയം അനുകൂലമല്ല. അപ്പോൾ നമ്മളുടെ തന്നെ പ്രവൃത്തി ദോഷം കൊണ്ട് കൂടെ കൂടുതൽ ദോഷം വരുത്താതിരിക്കാനായിട്ട് വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാതകമൊക്കെ പരിശോധിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതും ആണ്. പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കാത്തത് ജാതകം പരിശോധിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, നാമം ജപിച്ചോളൂ. അതിന് ഒരു നോക്കണ്ട. നിങ്ങളുടെ ഇഷ്ടദേവതാനാമം, ധർമ്മദൈവനാമം, ദേശദേവതാനാമം ആർക്കും ചോദിക്കാം. ഒരു പരിഹാരം നിർദ്ദേശിക്കാത്തവർക്കും ചെയ്യാം. ഇവരൊക്കെ ചേർന്നാൽ രക്ഷിക്കപ്പെടുകയും ചെയ്യും. എങ്കിലും കൂടുതൽ പരിഹാരങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിക്കുക. ഇനി ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. 4 ശനി 9 കേതു ഒക്കെ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം അനുകൂലമല്ല. ഈ ദിവസം ദോഷകരമായ ദിവസം തന്നെയാണ്. എങ്കിലും അവർക്ക് കുറച്ച് ദൈവാധീനമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മേന്മ അനുഭവപ്പെടുമെങ്കിലും ദോഷം തന്നെയായിരിക്കും ഇവർ കൂടുതലും. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അലസതയായിരിക്കും. എല്ലാം നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സ്, ബുദ്ധിയൊന്നും അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥതകൾ, ഗർഭാശയ രോഗങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. അവരൊന്നും സഹായിക്കാൻ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരില്ല. ജാതകം അനുകൂലമാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റങ്ങളാണ്. എന്നാലും ഒരു പിൻവലിച്ചിൽ അവരിൽ നിന്നൊക്കെ അനുഭവപ്പെടും. വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം. ആവശ്യമില്ലാത്തിടത്ത് പോയി വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല. കഫരോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയൊട്ടും അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും അത് ദോഷകരമായി മാറുകയുമില്ല. നന്നായിട്ട് നാമം ജപിച്ച് ഈ ദിവസം മുന്നോട്ട് പോയാൽ ദോഷത്തെ കുറയ്ക്കാൻ കഴിയും. ഇനി മകരക്കൂറ്. ഉത്തരാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. 6 വ്യാഴം, 8 കേതു, 2 രാഹു ഒക്കെ സഞ്ചരിക്കുകയാണ്. ഈ കാലഘട്ടം മേന്മയുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇത് ഈ മകരക്കൂറുകാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ചോദിച്ച കമൻറ്റ്, അതിൻ്റെ മറുപടി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യ ഭാഗം കേൾക്കുക. കമൻറ്റുകൾക്കുള്ള മറുപടിയല്ല ആദ്യ ഭാഗത്താണ്. ആദ്യ ഭാഗം നിർബന്ധമായിട്ട് എല്ലാവരും കേൾക്കുക. അവർക്കത് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. അതിന് മറുപടി അവിടെ ആദ്യ ഭാഗം പരമാവധി പറയും. അതുകൊണ്ട് ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. പരമാവധി മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. കാരണം മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ചില ഇതിന് ഉത്തരം പറയാം, അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ ഇടയ്ക്കിടയ്ക്കായിരിക്കും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അത് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെങ്കിലും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. അതുപോലെ മാതൃസ്ഥാനീയരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമൊന്നുമല്ല. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു കാലഘട്ടം ആണിപ്പോൾ. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകളെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണിത്. അതുകൊണ്ട് വളരെയധികം നിയന്ത്രിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി അഭിപ്രായം പറഞ്ഞ് അത് തലയിലാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ഈ പറഞ്ഞ ഫലം അനുഭവത്തിൽ വന്നതുകൊണ്ടായിരിക്കും ഈ വ്യക്തി അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തോടത് എന്താ കാരണം എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല. ഈ 2 പേരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. ഒന്ന് ശിഷ്യരായിരിക്കണം, അതല്ലെങ്കിൽ ഗുരുവായിരിക്കണം. ഈ 2 പേരോടും ഒഴികെ മറ്റാരോടും പറയാൻ എനിക്ക് ബാധ്യതയില്ല എന്നാണ് എൻ്റെ
ഗുരു നിർദ്ദേശം അതുകൊണ്ടാണ്. അത് മാറ്റാൻ എനിക്ക് മാർഗമില്ല. ഗുരുനിർദ്ദേശങ്ങൾ പാലിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള യോഗ്യതയായിട്ട് ഞാൻ കാണുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വരെ. ഗുരുക്കന്മാർ തന്നിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളിലും വിരുദ്ധമായി ഞാൻ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ്. കഫ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ ചില അനുകൂലാവസ്ഥയൊക്കെ ഉണ്ട്. തൊഴിലാളികളൊക്കെ പൊതുവെ അനുകൂലമായിട്ടൊക്കെ നിൽക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാവാം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, ജന്മത്തിൽ രാഹു, 2-ൽ ശനി, 7-ൽ കേതു ഒക്കെ ആണെങ്കിലും കുംഭം രാശിക്കാർക്ക് ഈ ദിവസം ശുഭകരം തന്നെ ആണ്. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും, ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. തൊഴിൽ മേഖലയിൽ ഒരു നേതൃസ്ഥാനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ഇവർക്ക് കിട്ടും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പൊതുവെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വളരെ പ്രയാസങ്ങളുണ്ടാവും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരും തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയേ ചെയ്യരുത്. കുംഭക്കൂറുകാർ പൊതുവെ അനുകൂലമായ ദിവസമാണ്. മീനക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. 4 വ്യാഴമാണ്, 12 രാഹുവാണ്, ജന്മശനിയാണ്. ജന്മശനി വളരെ പ്രയാസം ഉണ്ടാക്കും. വാതരോഗങ്ങൾ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ദൈവാധീനം വളരെ കുറവാണ്. ദോഷകരമായ ദിവസവുമാണ്. മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരാത്മവിശ്വാസമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആരോഗ്യക്കുറവുണ്ടാവും. മാതൃപിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അലർജി സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ശത്രുദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലും ശത്രുദോഷമൊന്നും ഇല്ലാത്തൊരു ദിവസമായിരിക്കും. അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോകാനായിട്ട് ഇടവരരുത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവൊക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി.